എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാമ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. ആ കാണുന്നതാണ് ഓഡിറ്റോറിയം. ക്ലാരി ഇത് കാണിച്ചു കൊടുക്കുക. ക്ലാരി പുത്തൂർ മാലിൽ ഓഡിറ്റോറിയം കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മുടെ ശനിയാഴ്ചത്തെ ക്യാമ്പ്, അടുത്ത ശനിയാഴ്ചത്തെ ക്യാമ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഓഡിറ്റോറിയത്തിൻ്റെ കാഴ്ച കാണാൻ പോവാം. ഇതാണ് ഓഡിറ്റോറിയം കേട്ടോ. പാർക്കിംഗ് നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. എത്ര വാഹനങ്ങൾ വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതുമല്ല, ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ വക്കിലൊക്കെ വണ്ടി ഇടാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആ ലൈവിൻ്റെ ഏകദേശം ടൈപ്പ് തന്നെ. ഇപ്പോൾ നമുക്ക് ഉസ്താദിൻ്റെ ഉയിച്ചിൽ കഴിഞ്ഞിട്ട് ഈ ഒരു സ്ലോപ്പ്, ഈ കയറ്റം ഇങ്ങനെ കയറി വരുമ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ റെഡി. വലിയ ബോർഡുകളുണ്ട്. എന്താണ് ഏത് മഴയത്തും വെയിലത്തും നമുക്ക് ഇരിക്കാൻ പറ്റും. വിശാലമായ എന്താണ് നമ്മളെ ഇരിപ്പിട സൗകര്യം ഇവിടെയാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന അവിടെയാണ് നമ്മൾ ഉയിച്ചിലും കാര്യങ്ങളൊക്കെ വരിക. അവിടെ കൂട്ടിയില്ലേ ആളുകളില്ലാതെ ക്ലാരി പുത്തൂർ മാലിലെ ഓഡിറ്റോറിയം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പരിപാടി വരുന്നത്. ശനിയാഴ്ച, അടുത്ത 13-ാം തീയതി ശനിയാഴ്ച. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം സെറ്റാണ്. പിന്നെ നടന്ന് കയറാനും പറ്റിയ, നടന്ന് കയറാൻ പറ്റിയ നല്ല സൗകര്യം. വടി കുത്തി പിടിച്ച് വന്ന ആളുകൾ ഗാഡി ഇല്ലാതെ ഈ സ്ലോപ്പാണ് കയറിയാൽ കഴിച്ചില്ലേ. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ്. തിരൂർ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കോട്ടക്കൽ റൂട്ടിൽ വൈലത്തൂർ കഴിഞ്ഞാൽ അടുത്ത വലിയൊരു സ്റ്റോപ്പ് പറഞ്ഞാൽ കുറ്റിപ്പാല, കോട്ടക്കൽ റൂട്ടിൽ. അതല്ല കോട്ടക്കൽ വഴി വരുന്ന ആൾക്കാരാണെങ്കിൽ തിരൂർ റൂട്ടിൽ ഈ കുറ്റിപ്പാല അവിടെ ഇറങ്ങുക, അല്ല സ്വന്തം വണ്ടി ആണെങ്കിൽ അങ്ങനെ. കുറ്റിപ്പാലയിൽ വന്നിട്ട് തിരൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ കുറ്റിപ്പാല എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ അടുത്ത് കൂടെ റോഡുണ്ട്. വലത്ത് സൈഡ് റൈറ്റ് സൈഡ്. അത് ആ റോട്ടിൽ കയറി വന്നാൽ ഏകദേശം 1 കിലോമീറ്റർ. അതല്ല കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പള്ളി, ആ റോഡ്. പിന്നെ ഈ കോഴിച്ചന ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നേരെ വന്ന് കുറ്റിപ്പാല ജംഗ്ഷനിൽ എത്തുമ്പോൾ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്, അവിടെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ റോഡ് അത് നേരെ 1 കിലോമീറ്ററിനകത്ത് ടൗണിൽ തന്നെ പള്ളി കാണാം. ആ പള്ളിയുടെ അടുത്തുള്ള റോഡ് ഏകദേശം 1 കിലോമീറ്റർ അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇതാണ് ചെനപ്പുറം എന്ന് പറയുന്ന സ്ഥലം, കുറ്റിപ്പാലയിൽ നിന്ന് വരുന്ന റോഡ്. ഈ റോഡ് നേരെ എങ്ങോട്ടാ പോകുന്നത്? ഇത് നേരെ കടുങ്ങാത്തുകുണ്ടെന്ന് കുറ്റിപ്പാല റോഡ്. ആ റോഡിൽ കയറിയാൽ പിന്നെ ചെനപ്പുറം. അത് ഏതൊക്കെ അങ്ങാടികൾ കഴിഞ്ഞിട്ടാണ്?